പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളാണ്. ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യം തകരുമെന്ന സാഹചര്യത്തിൽ പുതിയൊരു സുപ്രീം ലീഡർ ഉദയം ചെയ്യുകയാണ്, മോജ്തബ ഖമേനി. ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം അതീവ രഹസ്യമായി ചേർന്ന അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ഖമേനിയുടെ രണ്ടാമത്തെ മകനായ മോജ്തബയെ ഇറാന്റെ അടുത്ത പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഈ തീരുമാനമെന്നാണ് വിവരം. ആരാണ് ഈ മോജ്തബ ഖമേനി? ഇത്രയും കാലം അണിയറയിൽ ഇരുന്ന് ഇറാനെ നിയന്ത്രിച്ചിരുന്ന ഈ നിഴൽ രൂപം പരസ്യമായി അധികാരമേൽക്കുമ്പോൾ ലോകം എന്തിനാണ് ഭയപ്പെടുന്നത്? ഇറാന്റെ അടുത്ത 10 വർഷം തീരുമാനിക്കാൻ പോകുന്ന ഈ മനുഷ്യൻ എങ്ങനെയാണ് കരുത്തുറ്റ ഈ രാജ്യത്തിന്റെ അമരത്തേക്ക് എത്തിയത്? നമുക്ക് നോക്കാം. 1969 മഷ്ഹദിലാണ് മോജ്തബ ഖമേനി ജനിച്ചത്. അലി ഖമേനിയുടെ രണ്ടാമത്തെ മകൻ. ചെറുപ്പകാലം മുതൽക്ക് അതീവ രഹസ്യ സ്വഭാവമുള്ള ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. 1980കളിൽ നടന്ന ഇറാഖ് യുദ്ധത്തിൽ ഒരു സാധാരണ സൈനികനായി അദ്ദേഹം പങ്കെടുത്തു. ഇത് ഇറാനിലെ കരുത്തുറ്റ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി അദ്ദേഹത്തെ അടുപ്പിച്ചു. രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടുന്നതിനേക്കാൾ പിന്നണിയിൽ നിന്ന് കരുക്കൾ നീക്കുകയായിരുന്നു മോജ്തബ. കഴിഞ്ഞ കുറച്ചു കാലമായി അലി ഖമേനിയുടെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് മോജ്തബ ഭരണകാര്യങ്ങളിൽ സജീവമായിരുന്നു. ഇറാന്റെ ഇന്റലിജൻസ് വിഭാഗത്തിലും സൈന്യത്തിലും അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് 2009 വിവാദമായ തിരഞ്ഞെടുപ്പിലും തുടർന്നുള്ള പ്രതിഷേധ അടിച്ചമർത്തലിലും മോജ്തബ നിർണായക പങ്കുവഹിച്ചതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഔദ്യോഗിക പദവികൾ ഒന്നുമില്ലെങ്കിലും ഇറാന്റെ നിഴൽ ഭരണാധികാരി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. പുറത്തുവരുന്ന സൂചനകൾ പ്രകാരം ഇറാന്റെ പരമോന്നത സമിതിയായ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് അതീവ രഹസ്യമായിട്ടാണ് മോജ്തബയെ തിരഞ്ഞെടുത്തത്. സാധാരണയായി വലിയ ചർച്ചകൾക്ക് ശേഷമാണ് ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടാകാറുള്ളത്. ഈ തിരഞ്ഞെടുപ്പ് വലിയ തർക്കങ്ങൾക്കും വഴിമരുന്നിട്ടിട്ടുണ്ട്. ഇറാൻ വിപ്ലവം തന്നെ രാജഭരണത്തിന് എതിരായിരുന്നു. ഇപ്പോൾ അച്ഛനുശേഷം മകൻ അധികാരത്തിൽ വരുന്നത് വിപ്ലവത്തിന്റെ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നു. കൂടാതെ മോജ്തബയുടെ മതപരമായ യോഗ്യതകളെക്കുറിച്ചും ചോദ്യങ്ങളുണ്ട്. ഇറാന്റെ ഉള്ളിൽ തന്നെ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക പ്രതിസന്ധി, മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ മോജ്തബയ്ക്ക് വലിയ വെല്ലുവിളിയാകും. മോജ്തബ ഖമേനിയുടെ വരവ് മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഏത് രീതിയിലാണ് ബാധിക്കുകയെന്ന് കണ്ടറിയണം. ഒരു കടുത്ത യാഥാസ്ഥിതികനാണ് മോജ്തബ. അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇസ്രയേലുമായുള്ള ബന്ധം കൂടുതൽ വഷളാകാനാണ് സാധ്യത. ഇറാന്റെ ആണവ പദ്ധതികളിലും വിദേശ നയങ്ങളിലും അദ്ദേഹം കൂടുതൽ കർക്കശമായ നിലപാടുകൾ സ്വീകരിച്ചേക്കാം. ലോകരാജ്യങ്ങൾ അതീവ ജാഗ്രതയോടെ തന്നെയാണ് ഈ അധികാര മാറ്റത്തെ നോക്കിക്കാണുന്നത്. ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അധികാര കൈമാറ്റത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. പുറത്തുവരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഇറാനിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. വിപ്ലവത്തിന് ശേഷം ആദ്യമായി ഒരു കുടുംബ വാഴ്ച എന്ന ആരോപണം ഇറാന്റെ ഭരണകൂടത്തിന് നേരിടേണ്ടി വരുമോ? അതോ മോജ്തബയുടെ ശക്തമായ നേതൃത്വത്തിൽ ഇറാൻ കൂടുതൽ കരുത്താർജിക്കുമോ എന്ന് കണ്ടറിയാം. 4 പതിറ്റാണ്ടിലേറെയായി അലി ഖമേനി കാത്തുസൂക്ഷിച്ച ആദർശങ്ങൾ അദ്ദേഹത്തിന്റെ മകൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നത് ലോകരാഷ്ട്രീയത്തിൽ വൻ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല.